സൈബറിടങ്ങളിലെ ചതികൾ വീണ്ടും രൂക്ഷമാകുന്നു. പെൺകുട്ടികളുടെ മോർഫ് ചെയ്ത ഫോട്ടോകൾ അശ്ലീല ചിത്രമാക്കി വിൽപ്പനയ്ക്ക് വയ്ക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. സൈബർ നിയമങ്ങൾ കൃത്യമായി നടപ്പിലാക്കുന്ന ഒരു നാട്ടിൽ ഇങ്ങനെ ഒരു ക്രൂരകൃത്യം നടക്കുന്നുവെങ്കിൽ അത്രമേൽ നിയമത്തെ ചോദ്യം ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. പരാതികൾ കൊടുത്താലും കൃത്യമായി അന്വേഷണം നടത്തുന്നില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. 30-ലധികം പെൺകുട്ടികളുടെ ഫോട്ടോയാണ് മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചിരിക്കുന്നത്. പ്രദേശവാസികളുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് ഞെട്ടൽ ഉളവാക്കുന്നതാണ്. പ്രതിയുടെ ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ പിടിച്ചെടുത്തിട്ടുണ്ട്. പിടിയിലായ അനൂപ് ഇപ്പോൾ ജയിലിലാണ്. സ്റ്റുഡിയോ ആൽബം ഡിസൈനറായി ജോലി ചെയ്തു വന്ന ഇയാളുടെ മൊബൈൽ പരിശോധിച്ചപ്പോൾ നഗ്നചിത്രങ്ങൾ ടെലിഗ്രാം വഴി വിറ്റതായുള്ള വിവരങ്ങൾ ലഭിച്ചു. 6 പെൺകുട്ടികളുടെ പരാതിയെ തുടർന്ന് അന്വേഷണം നടത്തിയപ്പോഴാണ് ഈ വിവരം ലഭിച്ചത്. നഗ്നചിത്രങ്ങൾ മാത്രമല്ല, പുരുഷന്മാരോട് ചേർന്ന് നിൽക്കുന്ന ചിത്രങ്ങളും പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഇത് ടെലിഗ്രാം അക്കൗണ്ട് വഴി വിൽക്കുകയായിരുന്നു ഇയാളുടെ ഉദ്ദേശം. കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ 3 നടിമാരാണ് സമാനമായ കേസിൽ പരാതി നൽകിയത്. വ്യാജ IP അഡ്രസ്സുകൾ ഉപയോഗിച്ച് കൃത്യം ചെയ്ത കോഴിക്കോട്, കൊച്ചി സ്വദേശികളാണ് ഇപ്പോൾ പിടികൂടിയത്. സ്വന്തം പ്രൊഫൈലുകളിൽ പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളാണ് ഇത്തരം ക്രിമിനലുകൾ ദുരുപയോഗം ചെയ്യുന്നത്. ലോക്കൽ പോലീസുകളിൽ പരാതി നൽകിയാലും സൈബർ പോലീസുമായുള്ള ഏകോപനം ഉണ്ടായിട്ടില്ലെങ്കിൽ പ്രതികളെ കണ്ടുപിടിക്കുക ബുദ്ധിമുട്ടാണ്. IT നിയമങ്ങളിലെ ചില ലൂപ്പ് ഹോളുകൾ പ്രതികൾ ഉപയോഗിക്കുന്നു. വ്യാപകമായി പരാതികൾ ഉയരുമ്പോൾ അടിയന്തരമായി ഇടപെടൽ നടത്തിയാൽ മാത്രമേ ഇതിന് പരിഹാരം കാണാൻ സാധിക്കൂ.